നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കറിയാം, ഒരു റോഡിൻ്റെ സൈഡാണ്, ഒരു ചെറിയ കടയുടെ അടുത്താണ്. ഇവിടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അപൂർവമായ ഒരു സംഭവം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ വെച്ച് പരിചയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കടയിൽ ഒരു കൊല കൊണ്ടുവന്നു. കൊലയ്ക്കകത്ത് ചേരയോ ചുരുട്ടയോ ചുവർപ്പാമ്പോ എന്തോ ഒരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാർ അതിനെ ചാക്കിനകത്താക്കി കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കടയിൽ നല്ല തിരക്കുള്ള കരുക്കൊക്കെ വിൽക്കുന്ന സമയമാണ്. അപ്പോൾ നല്ല തിരക്കുള്ള സമയം, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം പുള്ളിക്കാരൻ ചാക്കിൽ കെട്ടി സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുക, ഉടനെ പോയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും നമുക്ക് സേഫായിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അഴിച്ച് നോക്കി അതിനകത്ത് ആരാണ് എന്താണ് അതിഥി എന്ന് നമുക്ക് നോക്കി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താം. പക്ഷേ എനിക്ക് ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കിങ്ങിണി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടലിൽ ഒരു കൊല കൊണ്ടുവന്ന കൊല അഴിച്ച സമയത്ത് പഴയോട് നോക്കിയ പഴം കട്ട് ചെയ്ത സമയത്ത് ഒരു അതിഥി കിട്ടുന്നത്. അപൂർവമായ സോസ്കെയിൽഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ അണലിയാണ് എനിക്കത് അവിടെ നിന്ന് കിട്ടിയത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ചാക്ക് എടുക്കുക, സ്ഥലം വിടുക. ചാക്ക് എടുക്കുന്ന പുള്ളി നമുക്ക് കാണിച്ചത്, പുള്ളി മാറുന്നത്, പുള്ളിയെ കാണിക്കേണ്ടതെന്ന്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ചാക്ക് എടുക്കാം, പോകാം നമുക്ക് നമ്മുടെ അതിഥിയെ കാണാനുള്ള സ്ഥലത്തേക്ക്. നമ്മളെന്തായാലും സേഫായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മളെ ഈ കിറ്റ് എടുത്ത സ്ഥലം നല്ല തിരക്കുള്ള കരുക്ക് കച്ചവടമൊക്കെയുള്ള മറ്റ് ചെറിയ നേരത്തെ ലോട്ടറിയൊക്കെ ഉണ്ട്, ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ പഴങ്ങളൊക്കെ ഒത്തിരി നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൊല എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കൊലയിൽ ഇന്നലെ രാവിലെ നോക്കിയ സമയത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴിഞ്ഞു പോകുന്നുണ്ടെന്നോ. കഴിഞ്ഞ കൊലയ്ക്കകത്തിട്ട് പുള്ളിക്കാരൻ ഉടനെ തന്നെ ചാക്കിനകത്തായി കെട്ടി വെച്ചു. പിന്നെ അദ്ദേഹത്തിനൊരു ഭയമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ, ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ പൊതുജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇനി ആൾക്കാർ കരുക്ക് കുടിക്കാനോ സാധനങ്ങളോ വാങ്ങിക്കാൻ ചെല്ലൂലെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. എന്തായാലും സത്യം പറഞ്ഞാൽ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ആത്മാർത്ഥത്തോടെ നിൽക്കുമ്പോൾ നമുക്കൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സത്യമുള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് അനുഗ്രഹം പോലെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണോ ഈശോയുടെ അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെയോ ശിവൻ ഭഗവാൻ്റെ അനുഗ്രഹമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അനുഗ്രഹമാണ്. ഇന്നലെ എൻ്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ട് 10-25ഓളം പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു അണലി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിലല്ല, ഒരു തക്കാളി ഉണ്ട്, തക്കാളിയിൽ ഒരു അണലി ഇങ്ങനെ കടിക്കുന്നതായിട്ട്. അത് നമ്മൾ കണ്ടാലറിയാം, ഒരു തടിയിൽ ചുറ്റിയിരിക്കുന്ന ആ തടിയുടെ പുറകിൽ ക്ലിപ്പോ അല്ലെങ്കിൽ കയറോ ഉപയോഗിച്ച് ഇങ്ങനെ കുറ്റി എന്തോ വെച്ച് കുത്തി പിടിച്ച് നമുക്ക് വേദന എടുക്കുമ്പോഴാണ് ഇവരിങ്ങനെ വായി തുറന്ന് കടിക്കുന്നത്. അപ്പോൾ ആ തക്കാളിയിലേക്ക് ഇങ്ങനെ കടിക്കുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ തക്കാളിയിൽ പാമ്പ് കടിച്ചാൽ ആ തക്കാളി നമുക്ക് കഴിക്കാമോ, പഴവർഗ്ഗങ്ങളിൽ കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് യാഥാർത്ഥ്യം പറഞ്ഞാൽ അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു എഡിറ്റിംഗ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പ്രഭാതത്തിൽ തന്നെ നമുക്ക് കോൾ വരികയാണ്, ഒരു കൊലയിൽ ഒരു പാമ്പിരിപ്പുണ്ട്, എന്താണെന്ന് ഒന്ന്. പുള്ളി പാവപ്പെട്ട മനുഷ്യനാണ്, ചെറിയ മൊബൈലുള്ള ആളാണ്. വാട്സാപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ വേണ്ട, എനിക്കിതിന് കൊലയെടുത്ത് അങ്ങ് കളയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാവ് വേണ്ട, ഞാൻ വരാം, നമുക്കെന്തായാലും നോക്കാം എന്താണെന്ന്. എന്തായാലും നമ്മൾ ആ സാധനം കെട്ടി വെക്കാൻ പറഞ്ഞ് പുള്ളി പേടിച്ച് ചാക്കിലാക്കി പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനോട് ചേർന്ന് കെട്ടി വെച്ച് നമ്മളിവിടെ പോയി എടുത്തു. നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്ന വേറെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ചാടി ഇപ്പോൾ റോഡിൽ അവിടെ വെച്ചൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾ കൂടും. പിന്നെ അദ്ദേഹത്തിൻ്റെ കടയിൽ അദ്ദേഹത്തിനൊരു വിഷമമുണ്ട്, കടയിൽ ആൾ വരത്തില്ല എന്നുള്ള ഭയമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാകും, ഏത് കടയിലായിരുന്നാലും. ചിലപ്പോൾ ഇനി നമ്മളിങ്ങനെയൊക്കെ കണ്ടാൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ എത്രയോ പാമ്പിന് ഞാൻ പോയി എടുത്തിന്, കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന്. അതുപോലെ നമ്മുടെ അറിയാമല്ലോ, ഇന്ന് നല്ല വീട് വെച്ച് അംബാനി സാറിൻ്റെ വീട്ടിൽ പറമ്പിൽ നിന്ന് വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് അടുക്കളയ്ക്കാവുന്ന പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്, എല്ലായിടത്തും ഉള്ളതല്ലേ ഇതൊക്കെ. ഇത് വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമൊന്നുമല്ല, ഇതൊക്കെ സഞ്ചരിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ കൊലയിൽ വരുന്നത് ഇത് ആദ്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കെട്ടഴിച്ചു. അപ്പോൾ കെട്ടഴിക്കുന്നതിന് മുന്നേ ഒരു ഓർമ്മ കൂടി, ഞാൻ ഇതിന് മുന്നേ നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിന് പുറകിൽ ശാസ്താംകുളം എന്ന് പറഞ്ഞ ജംഗ്ഷൻ കിങ്ങിണി ഹോട്ടൽ. അതായത് എനിക്ക് തോന്നുന്നത് കിങ്ങിണിയുടെ അച്ഛന് മുതൽ എനിക്ക് ആ ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതാണ്. അപ്പോൾ അവർ തമിഴ്നാട്ടിൽ നിന്നാണ് കൊല എടുക്കുന്നത്. അപ്പോൾ 25 വർഷത്തോളം പഴക്കമുള്ള ഒരു ഓർമ്മയാണ് അത്. ആ കൊലയിടയിൽ ഒരു കൊല ഇങ്ങനെ പടല ഇറക്കുന്നതിനിടയിൽ എന്തോ ഒരു ചെറിയ സാധനത്തിൽ കണ്ട് എന്നെ വിളിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ സോസ്കെയിൽഡ് എന്ന് പറയുമ്പോൾ, സോസ്കെയിൽഡ് അണലി നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ചെറിയ അണലി ലോകത്തിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അത് 25 വർഷമായി ഞാൻ തുടങ്ങി കുറച്ചൊരു 10 വർഷം പിന്നിട്ട സമയത്താണ് അത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ എനിക്ക്
അവിടെ നിന്ന് ഒരു ചെറിയ സോസ്കെല്ലിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അനീഷ് ഇതുവരെ കിട്ടിയില്ല. അത് ഈ കൊലയ്ക്കകത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ചേര, നീർക്കോലി, ഹംബിനോസർ, പിന്നെ ഈ അടുത്തുള്ളത് ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ കൊലയുടെയൊക്കെ ആയിരുന്നു. അത് കോഴിക്കോടാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. പിന്നെ അത് കഴിഞ്ഞ് മണ്ണൂളി എന്നറിയപ്പെടുന്ന ഒരു അതിഥി ഈ പടലേക്കകത്ത് കയറിയിരുന്നു. അത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ അപ്പോൾ ഈ അന്ന് കണ്ട ആ സോസ്കെല്ല് എന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയുക മലബാർ പിറ്റ് വൈപ്പർ, ഹംബിനോസർ, ആ ഒരു പട്ടികയിൽപ്പെടുന്ന അണലി വർഗ്ഗത്തിൽപ്പെട്ട അതിഥിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അതിനിടയ്ക്ക് ചുരുട്ടപ്പാമ്പിനെ എനിക്ക് കിട്ടി, ചേരക്കുഞ്ഞിനെ കിട്ടി. അപ്പോൾ നമ്മൾ എന്തായാലും ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കൊലയ്ക്കകത്ത് അവരുണ്ട്, അതിനകത്ത് സേഫായിട്ട് ഉണ്ടെന്നാണ് എൻ്റെ പറഞ്ഞത്. നമ്മൾ വേദനിപ്പിക്കാതെ പതുക്കെ എടുത്ത് ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. നമുക്കറിയില്ല. ഇനി ചാക്കൊക്കെ ഇന്നൊരു വെളുപ്പാങ്കാലത്ത് എപ്പോഴാണ് കെട്ടി വെച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ചാക്കിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ഓട്ടകൾ കാണുന്നുണ്ട്. ചെറിയ കാട്ടുപാമ്പോ ചോർപ്പാമ്പൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അത്രയ്ക്ക് ചെറിയ ഒരിതേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അടിപൊളി. ഇതാ ചെറുതായിട്ട് കാണാം. ദാ ഒരു ചെറിയ പാമ്പ്, അത്ര വലുതൊന്നുമില്ല, ഒരു ചെറിയ ഇതാ നോക്കിയോളൂ. അടിപൊളി. കണ്ടോ ചെറിയ പാമ്പ് നോക്കില്ല. കണ്ടോ നമുക്കറിയാമല്ലോ കൊലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് സേഫായിട്ടിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കൊല എടുത്തിട്ടൊന്ന് അടിപൊളി. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തായാലും വെളിയിൽ പോയിട്ടില്ല. ഇതിനകത്ത് ഞാനിവിടെ കണ്ടു. ഞാൻ ചാക്ക് പതുക്കെ കറക്കി എടുക്കുന്നതിന് മുന്നേ അദ്ദേഹം അതാ ഇതാണ്ടോ. എന്തായാലും നമ്മുടെ യാത്ര ഒരിക്കലും വെറുതെ ആവുന്നില്ല. ഇന്ന് നോക്കിക്കോളൂ. ഇനി വേണമെങ്കിലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് അല്ലാതെ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങോട്ട് വാഴക്കൊലകളിൽ മുഴുവനും പാമ്പുകളായിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തെങ്കിലും ഒന്ന് നമുക്ക് അവിചാരിതമായിട്ടാണ് ഇങ്ങനത്തെ അവസരങ്ങളുണ്ടാകുന്നത്. പക്ഷേ പിന്നെ അങ്ങോട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം വീഡിയോ ചെയ്യുന്നവരെല്ലാം ഇതിനെ അപ്പോൾ എന്തായാലും ഇനി കൊലയുടെ ഇടയിൽ പാമ്പിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഒരു എന്താ പറയുക പാളയംകോടൻ, നമ്മുടെ നാട്ടിൽ നിന്ന് പാളയംകോടൻ കൊല അറിയപ്പെടുന്ന നാടൻ കൊലയാണിത്. ഇത് വാങ്ങിയ സമയത്താണ് ഇതിനകത്തിരിതാ എന്തായാലും പാറമണ്ടലി, അതായത് റോക്ക് പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പാണ്. ഇതിന് വെനമുള്ള പാമ്പാണ്. ഇത് നമ്മുടെ വലുതല്ല, ചെറുതാണ്, അത്ര വലുതല്ല. അത് നോക്കിയുള്ളൂ, ഒരു ചെറിയ പാമ്പ് ഉണ്ടോ. പെട്ടെന്ന് കടിക്കുന്നു. തല അതിനകത്ത് പതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മഞ്ഞ, പച്ച, തവിട്ട് കളർ, അങ്ങനെ 3 കളറിൽ 3-4 ഈ അടുത്ത കാലത്ത് എനിക്കൊരു 10-12 വർഷങ്ങൾക്ക് ഗവിയിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അവിടെ തന്നെ കപ്പലിനെ കണ്ടു. അപ്പോഴെൻ്റെ വയറ് വീർത്തിരുന്നു. അവിടെ തന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് അങ്ങ് ഉപേക്ഷിച്ചു. എനിക്ക് അന്നത്തെ ആറാട്ടി 2006 മറ്റേ ആറാട്ടി ഉണ്ടായിരുന്ന സമയത്ത് ആറാട്ടിയുടെ യാത്ര ചെയ്യുമ്പോൾ മഴ സമയത്ത് റോഡിൽ തീറ്റി പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അപ്പോഴേ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് അവിടെ തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇത് പിന്നെ അതിന് ശേഷം മഞ്ഞ കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഇത് നമ്മൾ സാധാരണ പശ്ചിമഘട്ട മലമേഖലകളിൽ കണ്ടുവരുന്നത്. ഈ തമിഴ്നാട് നമ്മുടെ എന്താ പറയുക കാളികേശം, അതുപോലെ തന്നെ നമ്മുടെ കീരിപ്പാറ, പേച്ചിപ്പാറ ആ ഭാഗത്തൊക്കെ ധാരാളം കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന കൊലകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. വേറെ എന്തെങ്കിലും കൊലയ്ക്കകത്ത് വന്നിരുന്ന് ഇതിനകത്തോട്ട് കയറിയപ്പോൾ കൊലകൾ ലോഡ് കണക്കിന് കൊല വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്ത് വരുന്ന സാധനം അപ്പോൾ നമ്മൾ കാണത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടി സാധാരണഗതിയിൽ ഏറ്റു കഴിഞ്ഞാൽ നല്ല പെയിൻ, നല്ല വേദന അനുഭവപ്പെടും. ഒന്ന്, രണ്ടാമത് പെട്ടെന്ന് നീര് വയ്ക്കും. എന്നാൽ അപൂർവമായിട്ട് മരണം സംഭവിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലബാർ പിറ്റ് വൈപ്പറിൻ്റെ ബൈറ്റ് ആയിട്ട് മരണം സംഭവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് അണലിയുടെ ദേഹത്തുള്ള ഒരു പാറ്റേണും ഒരു ഡിസൈനും ഒരു ഇതുള്ളതല്ല ഇവർക്കൊന്നും ഈ മലബാർ പിറ്റ് വൈപ്പർ. എന്നാൽ അല്പമെങ്കിലും സാദൃശ്യം തോന്നുന്നത് ഹംബിനോസർ പിറ്റ് വൈപ്പറാണ്. അണലിയുടെ ദേഹത്തുള്ള ഡോട്ടുകളും കളറും എങ്കിലും ഉള്ളത് ഇതിന് മാത്രമേ ഉള്ളൂ. ഇവർക്കൊന്നും അങ്ങനെ യാതൊരു ബന്ധമില്ലാണ്ട് അവരങ്ങനെ ഇവിടെ ഇരിക്കുന്നു. ആ വാലിൻ്റെ പുറകിലുണ്ടാകുന്ന കെട്ട് ചെറുതാണ്, ചെറുതാണ്. പക്ഷെ നമ്മൾ ഇനി എടുത്തു നോക്കുമ്പോൾ ഈ ഒരാളിനെ നോക്കുമ്പോൾ ഇനി നമുക്ക് വേറെ ആളുകളുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ വാലിൻ്റെ കട്ട് കളറ്, വാലിൻ്റെ നോക്കിയോളൂ. തല
നോക്കിയുള്ളത് ഇവിടെ നമുക്ക് കാണാം. ദാ പെട്ടെന്ന് കടിക്കുന്നത് നമ്മൾ ഈ വള്ളിയിലൊക്കെ ചുറ്റിയിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കടിക്കാൻ കഴിവുള്ള ഒരു അതിഥിയാണ് ഇദ്ദേഹം. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് നമുക്കിപ്പോൾ എനിക്കൊക്കെ കടിയേറ്റിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കടി വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കടിയേറ്റൊന്നും സംഭവിച്ചു. പക്ഷേ എന്നാൽ വെനമുള്ള അതിഥിയാണ്, മാരകമായ വെനമല്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഹീമോടോക്സിക് അതായത് കിഡ്നിയെ ബാധിക്കുന്ന വെനം ഇഞ്ചെക്ട് ചെയ്യുന്ന അതിന് പക്ഷേ നല്ല ചെറുതാണ്. ഇതിപ്പോൾ നമുക്കൊരു തവിട്ട് കളറാണ് ഇതിൽ കാണുന്നത്. ചെറിയ മഞ്ഞ കലർന്ന തവിട്ട് കളറാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ നമുക്ക് 3 കളറിലാണ് നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ട മലയോര മേഖലയിൽ കണ്ടുവരുന്നത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മുടെ മലപ്പുറം കോഴിക്കോട് മേഖലകളിൽ കണ്ടായിട്ട് ഒത്തിരി പറയുന്നുണ്ട്, കടി കിട്ടിയായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കടി ഏറ്റിട്ടുണ്ട് മലപ്പുറത്ത് ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലിരുന്നൊരു ഇദ്ദേഹത്തിൻ്റെ മലബാർ പിറ്റ് വൈപ്പർ കടിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി ഒരു 3 വയസ്സുള്ള മകൻ മരണപ്പെട്ടത്. അപ്പോൾ കടിച്ച് മരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വെനം കുറവാണെന്നും പറയാൻ പറ്റില്ല. നമുക്കിതാ കണ്ടോ, നേർത്ത പച്ച നിറമുള്ള ഒരിനം പാമ്പാണ് മലബാർ പിറ്റ് വൈപ്പർ അഥവാ പാറമണ്ഡലി. ചോലമണ്ഡലി, മലബാർ കുഴിമണ്ഡലി തുടങ്ങി പല പേരുകളിലും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ തമിഴ്നാട്, ഗോവ, കേരളം, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. കുഴിമണ്ഡലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഈ പാമ്പുകളെ കാട്ടരുവികളിലെ പാറക്കെട്ടുകൾക്കിടയിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. നിറം മാറാനുള്ള കഴിവ് പ്രധാന സവിശേഷതയാണ്. 15 ഇഞ്ചിന് മേളിൽ നീളം ഇദ്ദേഹത്തിനുണ്ട്. പരമാവധി 41 ഇഞ്ച് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു 15 ഇഞ്ചിന് മേളിൽ നമ്മൾ അളവെടുത്തിട്ടുള്ള ഒരു ഉദ്ദേശം ആണ് പറയുന്നത്. 15-16 ഇഞ്ചിക്കുള്ളിൽ നീളമുണ്ട്. അതിനുള്ള സൈസ് കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് അറിഞ്ഞാത്തന്നെ പെട്ടെന്ന് തോന്നുന്നത് ക്യാറ്റ് സ്നേക്കാണെന്ന് തോന്നുന്നു. ക്യാറ്റ് സ്നേക്കിൻ്റെ തല ഇങ്ങനെയാണ്, വലിയ തലയാണ്. പക്ഷേ ക്യാറ്റ് സ്നേക്കിൻ്റെ തല ഇങ്ങനെയല്ല. ക്യാറ്റ് സ്നേക്കിൻ്റെ തല കുറച്ചുകൂടി കവളൊട്ടിയിട്ട്, പക്ഷേ ഇത് വണ്ണം വെക്കാത്തതാണ്. പിന്നെ ഈ വാലിൻ്റെ അവിടുത്തെ കെട്ട് കണ്ടിട്ടാണ് മലബാർ പിറ്റ് വൈപ്പറാണോ ഹംപി നോസറാണോ സോസ്കെയിലാണോ എന്നൊക്കെ പറയാൻ പറ്റുക. അങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ സോസ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോസ്കെയിൽ എന്ന് പറഞ്ഞാൽ അണലി വർഗ്ഗമാണെങ്കിൽ അണലിയെ പോലെ തോന്നിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ തലയുടെ മേളുവശത്ത് ഒരു കൃത്യം കുരിശിൻ്റെ മാർക്കുണ്ട്. അത് സോസ്കെയിലിന് മാത്രം കണ്ടുവരും. പിന്നെ പെരുമ്പാമ്പ്, പൈത്തനും കണ്ടുവരുന്നുണ്ട്. ചില പൈത്തൻ്റെ തലയിൽ ഇങ്ങനെ ചെറിയ ഒരു കുരിശ് പോലത്തെ മാർക്ക് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതിന് മലബാർ പിറ്റ് വൈപ്പറിന് കുരിശിൻ്റെ മാർക്ക് ഉള്ളതല്ല. മലബാർ പിറ്റ് വൈപ്പർ അത് സോസ്കെയിലിന് മാത്രമാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ തമിഴ്നാട്, ഗോവ, കേരളം, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. കുഴിമണ്ഡലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഈ പാമ്പുകളെ കാട്ടരുവികളിലെ പാറക്കെട്ടുകൾക്കിടയിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. 41 ഇഞ്ചോളം നീളമാണ് പറയുന്നത്. നോക്കില്ല, ഏകദേശം ഒരടിയിലേറെ നോക്കിയോ. അതണ്ടേ, ഏകദേശം ഒരു 15 ഇഞ്ചിന് മേളിൽ നീളം ഇദ്ദേഹത്തിനുണ്ട്. 15 ഇഞ്ചിൻ്റെ മേളിൽ നീളമുണ്ട്. നോക്കിക്കോളൂ, വള്ളിയിലൊക്കെ ചുറ്റിയിരിക്കുന്ന വാലിൻ്റെ അവിടുത്തെ ഡിസൈൻ നോക്കിക്കോളൂ. നമ്മുടെ നെയ്യാറിൽ ഇതുപോലെ അവിടുത്തെ ഒരു ഫോറസ്റ്റിലെ ഓഫീസർ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫോറസ്റ്റിലുണ്ടെന്ന് യേശുദാസ് സാറിനെ വിളിച്ചിട്ടുണ്ടെന്ന് ഫോട്ടോയൊക്കെ അയച്ച് നമ്മൾ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പുള്ളിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. അപ്പോൾ അവർ തള്ളിക്കൊന്ന് നെയ്യാർ വനത്തിനകത്ത് വെച്ചാണ് കടി കിട്ടുന്നത്. അപ്പോൾ തല്ലിക്കൊന്ന് അതിനെ കൊണ്ടുവന്നു. കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ഇന്ന സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കൺഫർമേഷൻ വേണ്ടി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നിറം മാറാനുള്ള കഴിവ് പ്രധാന സവിശേഷതയാണ്. പച്ച നിറമുള്ള ശരീരത്തിൽ തവിട്ട് അടയാളങ്ങളാണ് ഈ പാമ്പിന്റെ പ്രത്യേകത. എന്നാൽ ഇവയുടെ ശരീരത്തിലെ നിറം ഇടയ്ക്ക് വ്യത്യാസപ്പെടാറുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ ശൽക്കം ഉണ്ടല്ലോ, ഈ ശൽക്കത്തിൽ കൂടെ പിടിച്ച് കയറും. ഈ ശൽക്കത്തിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ താണ്ട വന്ന് ഇവിടെയൊക്കെ പാത്തിരുന്ന് അറിയത്തില്ല. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൈവച്ചു പെട്ടെന്ന് പിടി വീഴും. അപ്പോൾ ഈ പാറപ്പുറത്തേക്ക് ഇരിക്കുമ്പോൾ ഇത് പാറയുടെ ആ കളറായതുകൊണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് എന്താ പറയുക കാണാൻ പറ്റില്ല. നോക്കിയുള്ളൂ, ഇതിപ്പോൾ ഒരു പച്ച അല്ല പൂപ്പലുണ്ട് അല്ലെ പായലുള്ള ഒരു പാറപ്പുറത്ത് ഇദ്ദേഹം ഇങ്ങനെ ചുരുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാണൂല. ഇതിപ്പോൾ നോക്കുന്നത് എന്താണെന്നറിയാം, കടിക്കാന്നുള്ളതാണ്. കണ്ടോ, ഇതിപ്പോൾ നോക്കുന്ന അടുത്ത് എത്തി പിടിക്കാൻ നോക്കിയതാ തീറ്റിയാണെന്ന് ധരിച്ച് കടിക്കാനുള്ള പരിപാടി എത്തി. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടൊരു 5 ഇഞ്ച് അകലത്തിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന കൈയുടെ അകലത്തിലേക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റും. കണ്ടോ,
കൃത്യമായിട്ട് എത്തിപ്പിടിക്കാൻ പറ്റും. ഇവയുടെ കടിയേറ്റാൽ ചികിത്സ തേടുക. ഇരയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വെനം കുത്തിവയ്ക്കുവാൻ അവയുടെ നീണ്ട പല്ലുകൾക്ക് കഴിയും. ഇരയുടെ രക്തത്തിലും പേശികളിലുമാണ് വെനം പ്രധാനമായും പ്രവർത്തിക്കുന്നത്. സാധാരണയായി ചെറുതും കട്ടിയുള്ളതുമായ ശരീരങ്ങളും ത്രികോണാകൃതിയിലുള്ള തലകളും ചെറുതും വരമ്പുകൾ ഉള്ളതുമായ ചെതുമ്പലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. കമ്പോഴി ഇങ്ങനെ കയറുന്നണ്ട അടുത്ത പൊക്കത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നോക്കിയതാ. ഇനി നമ്മൾ കമ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ മറ്റ് അണലിവർഗത്തിൽ നിന്നും വ്യത്യസ്തമായി പിറ്റ് വൈപ്പറുകൾക്ക് മുഖത്ത് വലിയ ചൂട് സെൻസിംഗ് കഴിവുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന് ആദ്യം ഒന്ന് ബോട്ടിലാക്കാം. പഴക്കൊലയിൽ നിന്ന് പിടികൂടിയ നമ്മുടെ മലബാർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന പാറമണ്ഡലി എന്നറിയപ്പെടുന്ന അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.